ഏകദേശം രണ്ട് സൈഡിലോട്ട് നല്ല ഒരുപാട് കന്നി പശുക്കളാണ്. 16 ഒറ്റപൊളി എല്ലാം പശുക്കളാണ്. അപ്പൊ ഏകദേശം വില നില 2 പല്ല് അല്ലേ? 2 പല്ലുള്ള 2 മാസം ഉണ്ട്. ഇനി 8 മാസം തന്നെയാണ്. ഇത് റെഡ് ആൻഡ് വൈറ്റ് ആണ്. ഇത് ഏകദേശം എന്ത് വിലയാണ്? എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ശക്തി പ്രോ ഫസ്റ്റ് ടൈമാ? ഓ 240 ഫുൾ വാട് വരെ വാങ്ങിയിരിക്കുക. ഓക്കെ ഓക്കെ പശുക്കളെ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നല്ല പശുക്കളെ എടുത്തായിരുന്നല്ല. ചെറുത് മീഡിയം എല്ലാ ടൈപ്പും എടുത്തിട്ടുണ്ട്. ആ എന്നെ വെച്ചെടുക്കുന്നത് ഓ കുട്ടി വെക്കാൻ വേണ്ടില്ലേ? ഓ പുതിയ സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട്. കുട്ടികളെല്ലാം സേഫ് ആയിട്ട് ഇരുന്നോളൂ അല്ലേ? ഇതായത് ഇത് നമ്മുടെ വണ്ടിയാണേ. അത്യാവശ്യം നല്ല ഹെവി സൈസ് നല്ലൊരു HF പശുവാണ്. വടിയൊക്കെ ഇറങ്ങി വരുന്നത് അടിപൊളി ഒരു ഡെൻമാർക്ക് വെച്ചാണ് അല്ലേ? ഇത് 2 പല്ല് എല്ലാം 2 പല്ല് പ്രായമാണ് അല്ലേ? ഇതൊക്കെ എന്ത് റേഞ്ചിൽ പോകണം? നമ്മളിവിടെ ഏകദേശം ചെറിയ മീഡിയം ടൈപ്പ് പശുക്കൾ കുറെ അധികം എടുത്തിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം 20 ലിറ്റർ കറക്കും. 20 ലിറ്റർ കറക്കുന്ന മൊട്ട ജേഴ്സിയാണ്. ലാസ്റ്റ് എവിടെ കേട്ടിരിക്കണേ? ഇത് എവിടെ റേറ്റ് കേട്ടിരിക്കുക? ലാസ്റ്റ് 66. എത്ര കിട്ടിയാൽ കൊടുക്കും? 70 രൂപ കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കുന്നാണ് പറയുന്നത് കേട്ടോ. 66 വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോഴയാണ്. മോഴ ഒരു നല്ല ജേഴ്സി പശുവാണ്. കന്നി പശുവാണ്. அண்ணா இது 2 மாட்டு டீடைல்ஸ் சொல்லுங்க. எத்தனை பல்லு இருக்குது? 2 பல்லு. இப்போ பிரசவிச்சிருக்கா? ഫസ്റ്റ് പ്രസവം. പശുക്കുട്ടിയാ? ആദ്യത്തെ പ്രസവം ഒരു പശുക്കുട്ടിയാണ്. 2 പല്ല് പ്രായം. അത്യാവശ്യം നല്ല ഹെവി സൈസ് ഒരു പശുവാണ്. നല്ല ബ്രീഡറുള്ളതാണ്. ഹെവി സൈസ് ഒരു പശുവാണ്. ഇപ്പം മാർക്കറ്റിൽ നിന്ന് ഇപ്പം പ്രസവിച്ച പശുവാണെന്നാണ് അവർ പറയുന്നത്. പാലൊക്കെ ചെറുത്തിട്ടുണ്ട്. എവിടെ കറക്കുമായിരിക്കണം ഒരു ദിവസം? പാല് എവിടെ കിടക്കും? 30 ലിറ്റർ പാൽ താങ്ങും. കടിഞ്ഞൂരിൽ ഒരു ഹെവി സൈസ് അത്യാവശ്യം കിട്ടും. പക്ഷേ ഒരു 30 ലിറ്ററാണ് അവർ പറയുന്നത് ഒരു ദിവസം. 30 ലിറ്റർ ഒരു ദിവസം കിട്ടുമെന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല സൈസിലുണ്ട് കേട്ടോ. വീഡിയോക്കകത്ത് അറിയാൻ പറ്റുമെന്നറിയില്ല. അത്യാവശ്യം നല്ല ഹെവി സൈസ് 2 പല്ല് പ്രായമാണ്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ഒരു ബ്ലാക്ക് വൈറ്റ് കൂടിയ ഒരു മോഴ പശു. ഇത് എത്ര പല്ല് എടുക്കണം? 6 പല്ല്. എത്ര പ്രസവം? 6 പല്ല് ഫസ്റ്റ് പ്രസവം പറയാം. സെയിം 30 ലിറ്ററാണ്. അവർ രണ്ടും കൂടെ ചേർത്ത് എവിടെയൊക്കെ കൊടുക്കണം? ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈറോഡ് മാർക്കറ്റാണ്. ഏകദേശം 2-3 മാസത്തിന് മേലെ നമ്മൾ ഈ മാർക്കറ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഈ ആഴ്ച നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഒരു മാർക്കറ്റ് വീഡിയോസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഈ ഒരു മാർക്കറ്റിലെ കണ്ടീഷൻ എങ്ങനെയാണ്, വില നിലവാരം നമ്മൾ വാങ്ങിക്കുന്ന കുറേയധികം പശുക്കളുടെ വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോസാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വരുന്നു. മാക്സിമം നിങ്ങൾ വീഡിയോസ് ഫുള്ള് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഷെയർ ചെയ്യുക. മാക്സിമം നിങ്ങൾ ഫ്രണ്ടിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ പോകാം നമുക്ക് വീഡിയോയിലേക്ക് അല്ലേ. എല്ലാ തരത്തിലുള്ള ഫാമിംഗ് അക്സസറീസും നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഓൾ കേരള ബേസിൽ കൊറിയർ സർവീസ് വഴി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കാണുന്ന അല്ലെങ്കിൽ ഇതേ മോഡലിൽ വരുന്ന ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് ഇടുക. അതുപോലെ ഒരു വോയിസ് നോട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇടുക. നിങ്ങൾക്ക് ഡയറി അക്സസറീസാണ് വേണ്ടത്. അപ്പോൾ കൂടുതൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതിലിട്ട് തരും. നമ്മൾ DTDC കൊറിയേഴ്സാണ് നോർമലി അയച്ചുകൊണ്ടിരിക്കുന്നത്. വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ മിനിമം 2 ദിവസം കൊണ്ട് ഓൾ കേരള സാധനം എത്താറുണ്ട്. പിന്നെ ചില കേസുകൾ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിലും അയക്കാറുണ്ട്. വണക്കം എപ്പോഴും എടുക്കണ? നമ്മൾ കുറേ നാളെ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടില്ലേ? 2-3 മാസമായി. എങ്ങനെയുണ്ട് മാർക്കറ്റൊക്കെ? ഇപ്പം എങ്ങനെ വന്നു? എല്ലാവരും ചോദിക്കുന്നുണ്ട് മാർക്കറ്റ് എങ്ങനെയാണ്? കുറവെടുക്കുക. ഇപ്പം സ്കീമുകളൊക്കെ കഴിഞ്ഞോ? ഏകദേശം 2 സൈഡിലോട്ട് നല്ല ഒരുപാട് കന്നി പശുക്കളാണ്. 16 ഒറ്റപൊളി എല്ലാം പശുക്കളാണ്. അപ്പോൾ ഏകദേശം വില നിലവാരമൊക്കെ എന്ത് വേണം? എല്ലാം കന്നി പശു. നല്ല റെഡ് ആൻഡ് വൈറ്റ് റെയർ ബ്രീഡാണ് അല്ലേ? ഇത് മടി ഇറങ്ങിയിട്ടില്ല. ഏകദേശം എത്ര ദിവസം ഉണ്ടായിരിക്കണം? 8 മാസമാണ് അല്ലേ? ആ,
രണ്ട് പല്ലല്ലേ? 2 പല്ലുള്ള 2 മാസം ഉണ്ട്. ഇനി 8 മാസം തന്നെയാണ്. ഇത് റെഡ് ആൻഡ് വൈറ്റ് ആണ്. ഇത് ഏകദേശം എന്ത് വിലയാണ്? എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ഒരെണ്ണം 75. ഒരു മാസം പ്രസവിക്കാം. ഇതിപ്പോൾ 2 മാസത്തോളം ഉണ്ട്. ഇതൊക്കെയാണോ? ഇത് 6 പല്ലാണ്. 6 പല്ല് പ്രായമാണ്. എത്ര ദിവസം പ്രസവിക്കാൻ? ഇതിന് ഒരു 20 ദിവസം പിടിക്കാം. 20 ദിവസം ഉണ്ട്. ഇതൊക്കെ എന്ത് റേഞ്ചിലാണ്? ഇതെല്ലാം ഒരു 70 രൂപ റേഞ്ച് വരണം. 7 രൂപ. അതാണ് അത്യാവശ്യം നല്ല ഹെവി സൈസ് നല്ലൊരു HF-ന്റെ പശുവാണ്. നല്ല മടിയൊക്കെ ഇറങ്ങി വരുന്നത് അടിപൊളി ഒരു ഡെൻമാർക്ക് പശുവാണ് അല്ലേ? ഇത് 2 പല്ലാണ്. 2 പല്ല് എല്ലാം 2 പല്ല് പ്രായമാണ് അല്ലേ? ഇതൊക്കെ എന്ത് റേഞ്ചിൽ പോകണം നമുക്ക്? ഈ 90 രൂപ. 90,000 രൂപ. നമുക്ക് 1 ലക്ഷം രൂപ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം റേഞ്ചിൽ വരുന്ന നല്ല അടിപൊളി പശുക്കളൊക്കെയാണ്. ഇത് 2 പല്ല്. 2 പല്ല് കുറച്ചും കൂടി ഒരു മീഡിയം ടൈപ്പ് പശു. കുറച്ച് മീഡിയം ഒരു 80 രൂപ റേഞ്ച്. 80 രൂപ റേഞ്ചിൽ വരുന്ന പശുവാണ് അല്ലേ? ഓക്കെ. അടുത്തേയും ഒരു കന്നി പശുവാണ്. മടിയിൽ ഇതെല്ലാം കന്നിയാണ്. ഇതെല്ലാം ഏകദേശം ഒരേ റേഞ്ചിൽ വരുന്ന പശുക്കളാണ്. ഇത് 4 ഒരുമിച്ചെടുത്തതാണ്. 4 പശു. 4 കൂടെ ഒരുമിച്ച് ഏകദേശം എന്ത് വില നമുക്ക് കിട്ടണം? ഒരു പശു 73,000 റേഞ്ച് വരുന്നു. 73,000 റേഞ്ചിൽ ഏകദേശം 4 പശുക്കളാണ് എടുത്തത്. 2 പല്ല് 4 പല്ല് റേഞ്ചിൽ വരുന്ന ഏകദേശം ഒരേപോലുള്ള 4 പശുക്കൾ ഒരു സെറ്റായിട്ട് എടുത്തതാണ്. ബ്രോ നമസ്കാരം. ബ്രോയുടെ പേരെന്താണ്? ബിബിൻ ആൻഡോ. എവിടെ? നാട്ടിലെവിടെയാണ്? മാർത്താണ്ഡം ട്രിവാൻഡ്രം ബോർഡറാണല്ലേ? തമിഴ്നാട് ബോർഡറാണ്. ഓക്കെ. നമ്മൾ നേരത്തെ എത്ര പശുക്കൾ എടുത്തായിരുന്നു? 8 പശു എടുത്തിട്ടുണ്ട് അല്ലേ? ഏകദേശം ഇത് ഫസ്റ്റ് ടൈം വരുവാണോ അതോ 4ാം തവണ? ശക്തിയാണ് എടുത്തത് നിങ്ങൾ? എങ്ങനെയുണ്ട് പശുക്കളെ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നല്ല പശുക്കൾ എടുത്തായിരുന്നില്ല? ചെറുത് മീഡിയം എല്ലാ ടൈപ്പും എടുത്തിട്ടുണ്ട്. ഈ മാർക്കറ്റ് എങ്ങനെയുണ്ട്? ഏകദേശം ഒരു എക്സ്പീരിയൻസ് വന്നിട്ട് ഇപ്പൊ 3 തവണ വന്നല്ലോ. നോക്കി എടുത്താൽ മതി. നോക്കി കണ്ട് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നോക്കി എടുക്കണം തന്നെ. ഓക്കെ. ഇപ്പൊ എത്ര പശുക്കളുണ്ട് നാട്ടില്? ഇപ്പം വീട്ടില് 9 പശുക്കളുണ്ട്. എങ്ങനെയുണ്ട് പാലിന്റെ പ്രൊഡക്ഷൻ ഒക്കെ? എങ്ങനെയുണ്ട്? വലിയ കുഴപ്പമില്ല പോകുന്നുണ്ട്. പാമൊക്കെ കുഴപ്പമില്ല പോകുന്നുണ്ട്. ശരി. ഓക്കെ. നമ്മളിവിടെ ഏകദേശം ചെറിയ മീഡിയം ടൈപ്പ് പശുക്കൾ കുറെ അധികം എടുത്തിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം 20 ലിറ്റർ കിടക്കും. 20 ലിറ്റർ കിടക്കുന്ന 3ാമത്തെ പ്രസവമുള്ള മീഡിയം ടൈപ്പ് ചെറിയ ടൈപ്പ് പശുക്കളാണ്. ചെറിയ ഫാമിലിക്ക് ചെറിയ വീട്ടുകാർക്ക് പറ്റുന്ന ടൈപ്പ്. ഇത് 2 പല്ല് കന്നി പ്രസവം. 2 പല്ല് കന്നി പശുവാണ്. എല്ലാം പ്രസവിച്ച പശുക്കളാണ്. ഇത് 3ാമത്തെ പ്രസവമായിട്ടാണ്. 3ാമത്തെ പ്രസവമായിട്ടുണ്ട് അല്ലേ? എല്ലാം പ്രസവിച്ച പശുക്കളാണ്. മീഡിയം ടൈപ്പ് പശുക്കൾ കുറെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ജേഴ്സിയാണല്ലോ. നല്ല ചെറിയ ടൈപ്പ് മീഡിയം ടൈപ്പ് നല്ലൊരു ജേഴ്സിയാണ്. ഇതെല്ലാം പ്രസവിച്ച് തന്നെയാണ് അല്ലേ? അത്യാവശ്യം ചനലിൽ നിൽക്കുന്ന പശുവാണ് അല്ലേ? ഇതും ചനലിൽ നിൽക്കുകയാണ് അല്ലേ? ഏകദേശം നമ്മൾ ഈ മീഡിയം ടൈപ്പ് പശുക്കളൊക്കെ ഏകദേശം എന്ത് റേഞ്ചിൽ? 50 മുതൽ 70 വരെ 50 to 70 റേഞ്ചിലുള്ള ചെറിയ ടൈപ്പ് മീഡിയം ടൈപ്പ് പശുക്കളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അത്യാവശ്യം ജേഴ്സി അങ്ങനെ ടൈപ്പിൽ വരുന്നതാണ്. വീട്ടുകാർക്ക് പറ്റുന്ന ടൈപ്പ് ചെറിയ ടൈപ്പ് പശുക്കളാണ്. ப்ரோ வணக்கம், எப்படி இருக்கு? நல்லா இருக்கா? எந்த ஊர்ந்து வந்துட்டு இருக்கு? திருவண்ணாமலை. ஃபார்ம் இருக்கா?
எவ்வளோ மாடு இருக்கு இப்போ? 248 மாடு. 248 மாடு இருக்கு. அதுக்கப்புறம் மீண்டும் வாங்க வந்திருக்குல்ல. எப்படி போகுது ஃபார்முக்கு? சூப்பராக போயின்னு இருக்கு. எத்தனை வருஷம் இருக்கு இப்போ? എവ്വളോ? ഒരു 3 years ആവും. 3 വർഷം ഇருக்கு. എംഎൽഎ അവിടുത്തെ എംഎൽഎയുടെ മോനാണ്. മോനെ ഫുൾ നെയിം എങ്ങനെയാ? മുത്തുവേൽ റാസ്. മുത്തുവേൽ റാസ്. அந்த ஃபார்முக்கு ஏதாவது நேம் இருக்கா? முனீஸ்வரன் டே. முனீஸ்வரன் டே. முனீஸ்வரன் டேரியில் அந்த பாலை எந்த செய்திருக்கு? அந்த லோக்கல் சேல் பண்ணிட்டு இருக்கா? அதா சொசைட்டி பண்ணிட்டு இருக்கா? லோக்கல் சொசைட்டி இருக்குல்ல. இப்போ இன்னும் எவ்வளோ வாங்கியிருக்கு இப்போ? இப்போ 4 மாடு வாங்கியிருக்கு. ബാക്കി സെർച്ച് பண்ணிட்டு இருக்கு. അത്യാവശ്യം നല്ല അടിപൊളിയുടെ മാടൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത്. അവിടെ എല്ലാം കൂടുതൽ இந்த HF ആണോ ജേഴ്സി ആണോ அந்த இருக்கு அந்த ஃபார்மில்? மிக்சிங் எல்லாம் மிக்ஸ் இருக்கு. எத்தனை ஜோலிக்கார் ஸ்டாஃப் இருக்கு? ജോലിക്കാർ എவ்வளോ இருக்கு? எவ்வளோ? 18 ജോലിക്കാർ இருக்கு അല്ലേ? மேனேஜர் 5 மேனேஜர் இருக்கு இந்த ஃபார்முக்காக. ஓ சூப்பர்வைசரா. ஓகே. ஒரு நாளைக்கு எவ்வளோ ப்ரொடக்ஷன் இருக்கு? இப்போ மாடு நம்ம கம்மி பண்ணிட்டோம். ஒரு 40 மாடு சேல்ஸ் பண்ணிட்டோம். அதனால் இப்போ 460 ലിറ്റർ ഒരു ദിവസം അല്ലേ? മാക്സിമം എவ்வளோ டைமுக்கு 460 லிட்டர். ഒരു ടൈമിൽ 460 ലിറ്റർ. ഓക്കെ. ഒരു നാൾക്ക് മാക്സിമം എவ்வளோ കിടക്കണ മാട് இருக்கு? புரியல. ஒரு நாளுக்கு மேக்ஸிமம் எவ்வளோ கிடக்கണ மாதிரி மாடு இருக்கு? 24 லிட்டர். அது இവിടുന്ന് വാങ്ങിயிருக்கோ അതോ വേറെ ഏதாவது സ്ഥലത്ത് വാങ്ങിயிருக்கோ? ലോക്കൽ എങ്കാലും இருக்கு. ശക്തി ப்ரோ ஃபர்ஸ்ட் டைமா? இல்லை நம்மளே எடுத்துக்கிட்டு. ഓ 240 ഫുൾ മാട് വേറെ വാങ്ങിയിരിക്കുക. ഓക്കെ. இப்போ இവിടുന്ന് വാങ്ങിயிருக்க அதுக்கு எக்ஸ்பீரியன்ஸ் எங்கே இருக்கா? எந்த மாதிரி மாடு வாங்கணும்? எக்ஸ்பீரியன்ஸ் எப்படி இருக்கு? நல்லா இருக்கு மாடு. நல்லா ஜெர்சி மாடை வாங்கினா நம்ம கிளைமேட்டுக்குலாம் செட் ஆகும். அந்த பக்கம் திருவண்ணாமலை பக்கம்லாம் ஜெர்சி, அப்புறம் இந்த மிக்சிங் வர மாதிரி HF மிக்சிங் பிளாக் ஜெர்சி HF மிக்சிங் மாதிரி. பிளாக் ப்ரோ இப்போ எத்தனை படிச்சிட்டு இருக்கு? 12th படிச்சிட்டு இருக்கு. ഈ ഫാം எல்லாமே மெயின் மேனேஜிங் உங்களுக்கு தானே? ஆமாம். மேனேஜருக்கு உங்களில் எங்களுக்கு தானே? ஓனர் அவர் தான். ஓனர் அதான். டெய்லி போயிட்டு இருக்கோம் அந்த ஃபார்மில் போயிட்டு இருக்கோம். ஓகே. ஏதாவது ஃபுட் எந்த மாதிரி ஃபுட்டு கொடுத்துருக்கு அந்த மாடுக்கு? பெல்லட் கொடுக்குறோம். சைலேஜ் அதாவது முத்துறதுக்கு முன்னாடி அந்த பால் ஸ்டேஜில் இருக்கிற அந்த சோளம் சைலேஜ் ஓன் ப்ரொடக்ஷனா? அதுங்களுக்கு தானே? நம்ம நிலத்துல போடல, நம்ம வாங்கி அதை கட் பண்ணி சைலேஜ் பண்ணி அந்த ஸ்டோர் பண்ணதுக்கப்புறம் சைலேஜாக கொடுத்துருக்குல்ல. ஒரு நாளைக்கு ஒரு மாடுக்கு எவ்வளோ சைலேஜ் கொடுக்கும் தெரியுமா? ஒரு நாளைக்கு 15 கிலோ தரும். 15 கிலோ கொடுக்கும். ஒரு நாளைக்கு 30 கிலோ. 30 ஒரு டைமில் 15 கிலோ, ஒரு நாளைக்கு 30 கிலோ ஒரு மாடுக்கு கொடுக்கும். அதுக்கப்புறம் அந்த பெல்லட் ஏதாவது கொடுக்குமா? பெல்லட் வந்து மில்க் தகுந்த மாதிரி 1 லிட்டருக்கு 400 கிராம் மாதிரி நம்ம தரோம். இப்போ நம்ம அதிகபட்ச மாடு 24 லிட்டர் கறக்குன்னு சொன்னோம்ல, அதுக்கு வந்து 3 கிலோ அது மாதிரி. 3 கிலோ போதுமா? ஒரு நேரம் 3 கிலோ? ஆமாம். ஏன்னா அது பாடிக்கு 1 kg எக்ஸ்ட்ரா ஆட் பண்ணி நம்ம கழிச்சிடுவோம். டோட்டல் இப்போ 6 கிலோ கொடுக்கும்ல. அதுக்கப்புறம் 30 கிலோ சைலேஜா? அவ்வளோதான். அதுக்கப்புறம் வேற ஒன்றுமே கொடுக்காது? வேற எப்பனாச்சு அவ்வளோதான். அல்ல அதுக்கப்புறம் அந்த பருத்தி பின்னாக்கு அந்த பொடி தொட்டு அந்த மாதிரி அதெல்லாம் பெல்லட்லேயே மிக்ஸ் ஆகிடும். ஓ பெல்லட் மிக்ஸ் பண்ணி படி எல்லாமே அது. எந்த பெல்லட் ஏதாவது பிராண்ட் இருக்காதா? மில்க் மோர்னு அது பிராண்டு. அது யாருக்கு ஒரு அதுக்கப்புறம் 1 மந்த்துக்கு அப்புறம் அந்த லாஸ் அண்ட் ப்ராஃபிட் செக் பண்ணிட்டு இருக்கா? எவ்வளோ ப்ராஃபிட் செக் பண்ணுங்க. இப்போ அது சரியா போகல, மேலே கீழே இருக்கு கரெக்டாக. ஓகே. அந்த இவ்வளோ ஸ்டாஃப் இருக்குல்ல, 18 ஸ்டாஃப் இருக்கு, அந்த மேனேஜர் இருக்கவருக்கு எல்லாமே சேலரி போடுக்கணும். அதுக்கப்புறம் ஓகேண்ணா. தேங்க்யூ. அண்ணா இந்த முகில் இந்த ட்ராக் இருக்குல்ல, என்ன வச்சிருக்கு? இது குட்டி வைக்கிறதுனா? ஓ குட்டி வைக்க வேண்டியல. ஓ புதிய செட்டப் வைக்க കുട്ടികളെല്ലാം സേഫ് ആയിട്ട് ഇരുന്നോളൂ അല്ലേ? ഇത് നമ്മുടെ വണ്ടി തന്നെ? നമ്മുടെ വണ്ടിയാണ്. ഇപ്പൊ ഇതുപോലെ വണ്ടിക്കകത്തെല്ലാം കുട്ടികൾക്ക് ഇടാൻ വേണ്ടി സെപ്പറേറ്റ് മുകളിൽ ഒരു ട്രാക്ക് ഉണ്ട്. അത് പ്രസവിച്ച് കഴിഞ്ഞാലും പ്രശ്നമില്ല. പശു ചവിട്ടിന് പേടിക്കണ്ട. കുട്ടി സേഫായിട്ട് എത്ര കുട്ടി ഉണ്ടെങ്കിലും 2-3 കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ സേഫായിട്ട് ഇതിനടിയിൽ ഫുള്ള് പശു കഴിക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് ചകിരിച്ചോറൊക്കെ സെറ്റ് അയച്ചു വെച്ചിട്ടുണ്ട്.
ഇതിപ്പോൾ ഈ വണ്ടിക്ക് എങ്ങനെയാണ് ചാർജ് ഈ വണ്ടിക്കൊക്കെ? ஆனால் கிலோமீட்டர் கணக்குண்ணா இது. കിലോമീറ്റർ എത്രയാണ്? എவ்வளோ? 6 എണ്ണം കൊള്ളും വണ്ടി, കിലോമീറ്റർ 18 രൂപ. ഇതിപ്പോൾ നമ്മൾ എത്ര എണ്ണം കൊള്ളും മാക്സിമം ഈ വണ്ടിക്കകത്ത്? இந்த വണ്ടിക്ക് 6 എണ്ണം കൊള്ളും. 6 എണ്ണം കൊള്ളും. 18 രൂപ വൺ സൈഡ്. വൺ സൈഡ്. അപ്പോഴാണ് 36 രൂപ. എവിടെയാണെന്നുണ്ടെങ്കിൽ എത്ര കിലോമീറ്റർ? ഇതിനകത്താണെങ്കിൽ 2 ട്രാക്കൊക്കെ ഉണ്ട് കുട്ടികൾക്ക് ഇടാൻ വേണ്ടി സെപ്പറേറ്റ്. എത്ര കുട്ടികളെ ഇടാൻ അതിനകത്ത്? അത് കുട്ടികൾ 5 കുട്ടി ഇടും. 4-5 കുട്ടി. ഇപ്പോൾ 4-5 പ്രസവിച്ചാണെങ്കിൽ അതിനകത്ത് ഇടാൻ പറ്റും അല്ലേ? 6 കുട്ടി ഇടാം. ഓക്കെ, കുട്ടികൾ സേഫ് ആയിട്ടിരിക്കും. പലപ്പോഴും കുട്ടികളെ അങ്ങോട്ട് ചവിട്ടി ഡാമേജ് സംഭവിക്കാറുണ്ട്. ഇത് കുട്ടി സേഫായിട്ട് മുകളിൽ കിടന്നോളും. പിന്നെ 4-5 പശുക്കൾ വരെ 5-6 പശുക്കൾ വരെ ഇതിനകത്ത് കൊള്ളും. നോർമൽ ടൈപ്പ്. കിലോമീറ്റർ വൺ സൈഡ് 18 രൂപയാണ്. ഇതിപ്പോൾ എങ്ങോട്ട് പോകുന്നതാണോ? ഇത് ഇപ്പോൾ തിരുവല്ല ബ്രോയുടെ ഫാമിലിയൊക്കെ പോകുന്നതാണല്ലേ? രാവിലേക്ക് എടുത്ത പശുക്കളൊക്കെയാണ്. രണ്ടും കൂടെ ചേർത്തിട്ട് ഒരു 340 പറയുന്നത് കേട്ടോ. ഇത് നല്ലൊരു പശുക്കുട്ടി തന്നെ രണ്ടും തന്നെയാണ്. അണ്ണ ഫേസ് കൊച്ചു നിന്ന് பார்க்கணும். എത്ര നാളെടുക്കും പ്രസവിക്കുന്നത്? 2 ആഴ്ചക്കുള്ളിൽ പ്രസവിക്കുന്നു പറയുന്നത്. പശുക്കൾ രണ്ടും കുറ്റൊന്നും പറയല്ല, നല്ല അടിപൊളി സൂപ്പർ ഹെവി സൈസ് 2 പശുക്കളാണ്. ഇതാണെങ്കിലും നല്ല കന്നി പശുവാണ്. 2 പല്ല് പ്രായം.